നിന്റെ മകള് ഭ്രാന്തിയാണെന്ന് പറയുന്നു. പക്ഷേ അവൾക്ക് ഭ്രാന്തില്ല. ഇവിടെയുള്ള ആളുകൾക്കാണ് അമ്മേ ഭ്രാന്ത്. ദൈവം കുടിയിരിക്കുന്ന സ്ഥലത്ത് ഇവൻ ദൈവത്തിന്റെ ഗർഭപാത്രത്തിൽ നിന്നും വന്നതാണ്. ഇങ്ങോട്ട് നോക്കമ്മേ. ജനിക്കുന്ന എല്ലാ കുട്ടികളും ആദ്യം വൈദ്യനെയാണ് കാണുന്നത്. പക്ഷേ ഈ കുഞ്ഞ് ആദ്യം കണ്ടത് പുണ്യവാനായ ഭഗവാനെയാണ്. ഇങ്ങനെയൊരു അനുഗ്രഹം ഒരു കുട്ടിക്കും കിട്ടിക്കാണില്ല. ഇവന്റെ ഭാവി വളരെ ശോഭനമായിരിക്കും. ഇവനെ അമ്മ പൊന്നുപോലെ വളർത്തിയെടുക്കണം. ഇന്നീ നാട്ടുകാർ വലിച്ചെറിഞ്ഞ ഈ കുഞ്ഞിനെ ഒരിക്കൽ ഇവനെ തലയിൽ വെച്ച് ആഘോഷിക്കും. ദൈവമേ, ഞാനും എന്റെ മോളും ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അങ്ങനെ എനിക്ക് എന്റെ മോൾക്ക് ഈ ഗതി വന്നല്ലോ ദൈവമേ. എന്റെ പൊന്നു മോനെ, കരയല്ല മോനെ, കരയല്ല. എവിടുന്നെങ്കിലും പാല് കിട്ടും നോക്കട്ടെ. ഇവിടെ കിടക്കുമോ? ഞാൻ ഇപ്പൊ വരടാ. പാല് കൃഷ്ണന് നിവേദിക്കാൻ കൊണ്ടുവന്നതാണ്. ആ കൃഷ്ണൻ തന്നെ ഈ കുഞ്ഞു പൈതലിന്റെ വിശപ്പ് മാറ്റിക്കൊടുത്തല്ലോ. നിങ്ങൾ അനാഥരല്ല, നിങ്ങൾക്ക് കൂട്ടിനായി ഞാനുണ്ടെന്ന് കാണിച്ചു തന്നു അല്ലേ? ജയ കൃഷ്ണ മുകുന്ദ മുരാരി, 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 ജയ കൃഷ്ണ മുകുന്ദ. നിർത്തടാ, നിർത്ത്. കോളേജിൽ പോവാൻ സമയം. ഈ പാവേനെ വെച്ച് കളിക്കാ നീ. എന്താ പറഞ്ഞ? ബൊമ്മയോ? അതെ, ഇതെന്റെ കൃഷ്ണനാ, എന്റെ ഫ്രണ്ട്. അങ്ങനെയൊന്നും പറയരുത്, തെറ്റാണ്. ആ, എല്ലാം എനിക്ക് മനസ്സിലായി. നീ കോളേജിൽ പോവാൻ നോക്ക്. കോളേജിൽ പോവാൻ എനിക്ക് വെറും 5 മിനിറ്റ് മാത്രം മതി. ദിവസം കോളേജിൽ പോകുന്നതിന് മുമ്പ് ഞാൻ കൃഷ്ണന്റെ അടുത്ത് സംസാരിച്ചിട്ടല്ലേ പോവാറ്. അത് മറന്നിട്ട് പോന്ന് പറഞ്ഞ കൃഷ്ണ, ഈ മുത്തശ്ശിയും ജനങ്ങളും എത്ര തന്നെ തെറ്റ് ചെയ്താലും അവരെ ക്ഷമിച്ചേക്ക്. മുതലാളിയും ചേച്ചിയും നന്നായിരിക്കണം. രമ്യ, രേണു, രാജേഷ് ഇവർ 3 പേരും നന്നായി പഠിക്കണം. പപ്പി നന്നായി മാർക്ക് എടുത്ത് പാസ്സാവണം. എന്നെ ചുറ്റിയിരിക്കുന്ന എല്ലാവരും നല്ല സന്തോഷമായിരിക്കണം. സമ്മതാണെങ്കിൽ ആ ഓടക്കുഴലൊന്ന് ഊതിക്കേ. താങ്ക് യു കൃഷ്ണ. അയ്യോ, നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലേ? എന്നാ മലയാളത്തിൽ താങ്ക്സ്. എടാ കൊച്ചുമുതലാളി, കുട്ടികൾ സ്കൂളിൽ പോയോ? പോയി മുതലാളി. ആരാ കൊണ്ടുപോയി വിട്ടത്? ഞാനാ കൊണ്ടാക്കിയത്. ഏയ്, എന്താ ഏട്ടാ? പെങ്ങള് രാവിലെ തന്നെ കോളേജിൽ പോയോ? ഇല്ല, ഇപ്പൊ റെഡി ആവുന്നേ ഉള്ളൂ. എന്റെ പെങ്ങളെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം ഏത് രാജകുമാരനാണോ? നല്ലത് ചിന്തിക്കുമ്പോ അപശകനോട്ട് മുന്നിൽ വരുന്നു. നിക്കടവിടെ. നീ എവിടേക്കാടാ രാവിലെ ഒരുങ്ങി കെട്ടി പോകുന്നേ? പപ്പിയെ കോളേജിലാക്കാൻ. അല്ല, അവളെ കോളേജിൽ വിടാൻ നീ എന്തിനാടാ പുതിയ ഡ്രസ് ഇടുന്നേ? എനിക്ക് ചേച്ചിയാ വാങ്ങിച്ചത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അഴിച്ചേക്കാം. നിർത്തടാ. ഇവൻ എന്തിനാ ഇപ്പൊ പുതിയ ഡ്രസ്സൊക്കെ? അതൊന്നും സാരില്ല ഏട്ടാ. ദിവസം എവളൊപ്പം കോളേജിലൊക്കെ പോകുന്നല്ലേ. അവളുടെ ഒപ്പം പോകുമ്പോ കുറച്ച് വൃത്തിയും വെടുപ്പൊക്കെ വേണ്ടേ? ഇവൻ ഇങ്ങനെ ഒരുങ്ങി കെട്ടിപ്പോയാലേ കാണുന്നവർ എന്നെ ജോലിക്കാരെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നും കരുതില്ല. ഇവനെ വളർത്തുന്നതിന് പകരം മുത്തശ്ശി വല്ല എരുമേനെ വളർത്തിയിരുന്നെങ്കിൽ അത് ചാണകെങ്കിലും ഇടും. ഉണക്കി വിറ്റ കാശുകൊണ്ട് അവർക്ക് നീ പറഞ്ഞത് ശരിയാ. പപ്പി, മെനഞ്ഞാന്ന് നീ എന്നെ കഴുതെന്ന് വിളിച്ചു, ഇന്നലെ പട്ടീന്ന് വിളിച്ചു, ഇന്ന് അതൊക്കെ പോരാഞ്ഞ് എന്നെ എരുമേന്ന് വിളിക്കുന്നത്. ഓരോരോ ദിവസം ഓരോരോ പേരാ വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു പേരിൽ ഫിക്സ് ആയിക്കൂടെ? ദേഷ്യപ്പെടാതെ അവളെ സൂക്ഷിച്ചു കൊണ്ടുപോകണം കേട്ടോ. ടാറ്റാ മുത്തശ്ശി.
എന്തോന്നാ ഇത്? വീട് ഇത്രയും കയ്യെത്തും ദൂരത്തുണ്ടായിട്ട് താമസിച്ചാണോ വരുന്നത്? ചെല്ല് വേഗം ഭക്ഷണം പാകം ചെയ്യും. അർജുൻ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ടേ കോളേജിൽ പോയി സത്യ വിളിച്ചോണ്ട് വരണം. വേഗം ആവട്ടെ, പോ. ശരിയാക്കാം. ഇതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അവൻ വന്ന് ഡോറ് തുറന്നു കൊടുക്കാതെ നിലത്തേക്ക് കാലുകുത്തില്ല. ഉള്ളത് 2 ബുക്കാ, അതും തമ്പുരാട്ടി കൈ കൊണ്ടുവരില്ല. ഇവൾക്ക് അഹങ്കാരോടാ. അവിടെ കയ്യിൽ അടി വാങ്ങിച്ചത് മറന്നോ? പിന്നെ നീ എന്തിനാ അവളെ കളിയാക്കുന്നേ? കളിയാക്കല്ലടാ, ഇന്നവക്ക് ഞാൻ ആരാന്ന് കാണിച്ചു കൊടുക്കാം. ഹായ് സുഖാണോ? ഇന്ന് നല്ല സ്റ്റൈലിലാണല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മതി പൊയ്ക്കോ. എടാ, അന്ന് നീ പറഞ്ഞ കണിയാനുണ്ടല്ലോ, അയാള് വെറും വേസ്റ്റാണ്. ആ ജോത്സ്യൻ പത്മശ്രീ പത്മവിഭൂഷൺ പത്മഭൂഷൺ ആരാടാ അങ്ങനെ പറഞ്ഞത്? നീ ചെറിയ മണ്ടനാണെങ്കിൽ അവൻ വലിയ മണ്ടൻ. അതുകൊണ്ടാ പറഞ്ഞ. അയാൾ എത്ര വലിയ ആൾക്കാരുടെ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഇപ്പൊ 200 കോടി സ്വത്തുണ്ട്. സ്വപ്നത്തിലായിരിക്കും. വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ജോത്സ്യന്റെ അടുത്ത് എന്റെ ജാതകം കാണിച്ച് നല്ല സമയം നോക്കി എന്നെ കല്യാണം കഴിപ്പിക്കുന്നില്ലേ? ഓ ശരിടാ, നിനക്ക് വേണ്ടി വന്ന് തൊലച്ചേക്കാം. ആദ്യം എന്റെ അപ്പന്റെ ജാതകം ഒന്ന് നോക്കേണ്ടത്. അച്ഛാ, മുത്തച്ഛൻ മരിച്ചിട്ട് 20 വർഷം. അതുകൊണ്ടാടാ പറഞ്ഞത് ആദ്യം ഇത് കാണിക്കാന്ന്. അവൻ ശരിയായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ വിവരം അറിയും. നമസ്കാരം സാർ. ഇതെന്റെ പയ്യന്റെ ജാതക. ഇത് അവൻ ചെറുതായിരിക്കുമ്പോ എഴുതിയതാ. ഇത് നോക്കിട്ട് ഭാവി എന്താണെന്നൊന്നും പറയാൻ പറ്റുമോ? എന്തൊരു ജാതകാണിത്! നിങ്ങളെ മകൻ ഉയർന്ന വിദ്യാഭ്യാസം നേടും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? ശരിയാ, നിങ്ങളെ മകൻ മംഗല്യയോഗം വന്നിരിക്കുന്നു. അതും ഞാൻ പറഞ്ഞതല്ലേ. ഓഹോ ഓഹോ, ഇവന് വലിയ വീട്ടിൽ ബന്ധം സ്ഥാപിക്കാൻ പറ്റും. ഇതും ഞാൻ അപ്പൊ തന്നെ പറഞ്ഞതല്ലേ. നിങ്ങളെ മകൻ 50 വയസ്സിൽ മന്ത്രിയാകും, നോക്കിക്കോ. ഇതും ഞാൻ പറഞ്ഞില്ലേടാ. 60-ാം വയസ്സിൽ സെൻട്രൽ മിനിസ്റ്റർ ആകും. ഇപ്പൊ മനസ്സിലായോടാ അവൻ 1-ാം നമ്പർ തരികടയാന്ന്? 70-72 വയസ്സിൽ മതി. ഇവന്റെ ആയുസിനെ കുറിച്ചൊന്ന് പറയാം. ആയുസല്ലേ? 95 വയസ്സ് വരെ ഒരു കഴിവേറെയും ദയവില്ലാതെ ഒരു രോഗവും ബാധിക്കാതെ സുഖമായിട്ട് ജീവിക്കും. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞില്ലേ. കേട്ടോ നീ എന്തിനാണോ ഇവനായിട്ട് ഇങ്ങനെ അടിക്കുന്നേ? എടോ, ഈ ജാതകം ആരുടെയെന്ന് തനിക്ക് അറിയോ? 10 കൊല്ലം മുന്നേ സുഖമില്ലാതെ മരിച്ചുപോയ എന്റെ അച്ഛന്റെ ജാതകോടോ ഇത്. മരിച്ച ആളുടെ ജാതകം വെച്ച് ജീവിച്ചിരിക്കുന്ന ആളുടെ ജാതകം കടിക്കുന്നോ നീ? നിന്നെയൊക്കെ ആരടാ കണിയാനാക്കി? അവിടെയുള്ള പടങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയടാ. നോക്കൂ, നിങ്ങളുടെ അച്ഛന്റെ ജാതകം പോലെ തന്നെ മകന്റെ ജാതകം ഉണ്ടെന്ന് സന്തോഷിക്കും. മിണ്ടി പോകരുത്, പിടിക്കരുത്. വാടാ ഇങ്ങോട്ട്. നിന്നെയൊക്കെ കാണാൻ വന്നതിന് എന്നെ തല്ലണം. ചേട്ടാ, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. വേഗം പോയിട്ട് വാ. പോയ സ്പീഡിൽ തിരിച്ചെത്തിയേക്കണം. ഇവിടെ ആരാ ബുള്ളറ്റ് ഓടിക്കുന്നത്? അമർത്തല്ല, അവിടെ അമങ്ങിപ്പോകും. നിനക്ക് വേറെ ആരും കിട്ടിയില്ലടാ. എടാ, നിങ്ങൾക്കൊക്കെ എങ്ങനെയാടാ കൃത്യസമയം അറിയുന്നത്? നിനക്ക് വേറെ യാതൊരു പണിയും ഇല്ലടാ. എന്റെ ഭാര്യ മുമ്പിൽ വരുന്നത് നിനക്ക് കണ്ടൂടെ? കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കുറച്ച് സ്പീഡ് പോയി പറയടാ, പോടാ. ശരി. നീ കൊണ്ടുപോകുന്ന അകത്തോട്ട് പോ. അകത്തോട്ട് പോടി, അത് ഞാൻ കൊണ്ടുവരാം. പോ.